വെൽക്കം. തഹമാനാണ്. ഓട്ടോകോയിഡ്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുക ഹിസ്റ്റമിനെ കുറിച്ചിട്ടാണ്. Histamine. So different types of autocoids നമ്മൾ ആദ്യം ഒന്ന് പറയും. What are the different types of autocoids? Then we will talk about histamine. Actions. Histamine receptors എന്താണ്? Histamine actions എന്തൊക്കെയാണ്? So ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ പറയാം. Autocoids എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ ഹോർമോൺസ് എന്നാണ് പറയാ. ലോക്കൽ ഹോർമോൺസ്. അക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെമഡി എന്നാണ് അർത്ഥം. അക്കോസ്. ഓട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ്. സോ സെൽഫ് റെമഡി. ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്നു, അവിടെ തന്നെ അതിന്റെ ആക്ഷൻസ് കിട്ടും. എവിടെയാണ് ഉണ്ടാവുന്നത് അതിന് ചുറ്റും തന്നെയാണ് പ്രവർത്തിക്കുക. ഇറ്റ് ആക്ട്സ് നിയർ ടു വേർ ഇറ്റ് ഈസ് സിന്തസൈസ്ഡ്. ഉദാഹരണം, ഇത് സെൽ എ ആണെന്ന് കരുതുക. ആൻഡ് ഇവിടെ ഇതിൽ നിന്ന് ഒരു ഓട്ടോകോയിഡ്സ് ഉണ്ടായി എന്ന് കരുതുക. ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വേണമെങ്കിൽ ഇതേ സെല്ലിൽ തന്നെ പ്രവർത്തിക്കാം. ഇതേ സെല്ലിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഓട്ടോക്രൈൻ ആക്ഷൻ എന്നാണ് പറയാം. ഓട്ടോക്രൈൻ ആക്ഷൻ. ഇല്ല, ഇവിടെ ബി എന്ന് പറയുന്ന സെൽ തൊട്ടപ്പുറത്തുള്ള സെല്ലിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക പാരാക്രൈൻ. പാരാക്രൈൻ ആക്ഷൻസ്. തൊട്ടടുത്ത സെല്ലിൽ പ്രവർത്തിക്കും. ഇനി ഒരു സെല്ലിൽ നിന്ന് പോയി ഇങ്ങനെ അങ്ങ് പോയി ബ്ലഡിലൂടെ പോയി വേറെ എവിടെയെങ്കിലും പോയി അങ്ങ് പ്രവർത്തിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം ഇവ പെട്ടെന്ന് തന്നെ ഡീഗ്രേഡ് ചെയ്യപ്പെടും. വേഗം ഡീഗ്രഡേഷൻ നടക്കും. സോ ഇറ്റ് ഹാസ് ഓൺലി ബ്രീഫ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. വളരെ കുറച്ച് നേരം മാത്രമേ ഉള്ളൂ. സോ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഈസ് വെരി ബ്രീഫ്. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കുറവായിരിക്കും, പക്ഷെ ദീസ് ഹാവ് intense biological actions. നല്ല കട്ടിയായിട്ടുള്ള ആക്ഷൻ ആണ് ഇവയ്ക്ക്. ഇന്റൻസ് ബയോളജിക്കൽ ആക്ഷൻസ് ഉള്ള സംഭവങ്ങളാണ് ഈ ഓട്ടോകോയിഡ്സ്. ഇനി ഇവ കെമിക്കലി ദീസ് ആർ ഡൈവേഴ്സ്. വൈഡ് വെറൈറ്റി ഓഫ് സെൽസ്. 100 കണക്കിന് തരം സെല്ലുകൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി അമീൻസ് ആയിരിക്കാം, ഓർ ഇറ്റ് ക്യാൻ ബി ലിപ്പിഡ്സ് ഓർ ഫാറ്റ് ആയിരിക്കാം, ഓർ ഇറ്റ് ക്യാൻ ബി പെപ്റ്റൈഡ്സ്, അമിനോ ആസിഡ്സ് ഒക്കെ ചേർന്നിട്ടുള്ള പെപ്റ്റൈഡ്സ്, ഓർ ഈവൻ ഗ്യാസസ് വരെ ഉണ്ട് സംഭവം. സോ നമ്മൾ ഈ പറഞ്ഞ വെച്ച് ഇതിനൊന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോകോയിഡ്സ് എന്താന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോകോയിഡ്സ് ആർ diverse chemical substances. ലാസ്റ്റ് പറഞ്ഞാണ് diverse chemical substances. Intense physiological action നമ്മൾ പറഞ്ഞു. So with intense physiological or pathological action, physiological action or biological actions ആണ് ഏറ്റവും ഈസി നല്ലത്. We can write biological action because it can be physiological or pathological. ഇനി which can act only locally, അതാണ് very important. Only locally, which can act only locally for brief duration of time. ഇത്രയും കുറച്ച് നേരം മാത്രം പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. So definition നമ്മൾ പറഞ്ഞ autocoids are diverse chemical substances with intense biological actions which act only locally for a brief duration of time, period of time. So നമുക്ക് ഇപ്പൊ എക്സാമ്പിൾസ്, അമീൻസിന് നമുക്ക് 2 എക്സാമ്പിൾസ് ആണ് നമ്മൾ എപ്പോഴും പറയാ. വൺ ഈസ് ഹിസ്റ്റമിൻ, രണ്ടാമത്തത് 5-HT ഓർ അതിന്റെ പേര് 5-ഹൈഡ്രോക്സിട്രിപ്റ്റ് അമീൻ. സോ അമീൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാ സീറോട്ടോണിൻ എന്നാണ്. സീറോട്ടോൺ. ലിപ്പിഡ്സോ, ലിപ്പിഡ്സ് ഒരുപാടുണ്ട്. എയ്ക്കോസനോയിഡ്സ് ഉണ്ട്. എയ്ക്കോസനോയിഡ്സ്. എയ്ക്കോസ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 എന്നാണ്. സോ 20 കാർബൺ ഉള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ഉദാഹരണങ്ങൾ ഫേമസ് പ്രോസ്റ്റഗ്ലാൻഡിൻസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ, ല്യൂക്കോട്രൈൻസ് ഉണ്ട്, ത്രോംബോക്സൈൻസ് ഉണ്ട്, ലിപ്പോക്സിൻസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് എയ്ക്കോസനോയിഡ്സ്. ദെൻ ഇറ്റ് പെപ്റ്റൈഡ്സ് ഒരുപാടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് കൈനിൻസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ഏറ്റവും കേട്ടിട്ടുണ്ടാവുന്ന കൈനിൻ ബ്രാഡികൈനിൻ ഉണ്ട്. പ്ലാസ്മയിലുണ്ട്, അപ്പൊ അതുകൊണ്ട് പ്ലാസ്മ കൈനിൻസ് എന്ന് വിളിക്കാം. ദെൻ എൻഡോതെലിൻസ് ഈസ് അനദർ വൺ. എൻഡോതെലിൻ. ഓക്കെ. ദെൻ കാലിഡിൻ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. ദെൻ പെപ്റ്റൈഡ്സ് പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവുക ആൻജിയോടെൻസിൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതേപോലെ ടെൻസിൻ ആണ് ന്യൂറോടെൻസിൻ. ഇത് ആൻജിയോ മീൻസ് ബ്ലഡ് വെസൽ ആണ്, അപ്പൊ ന്യൂറോടെൻസിൻ ഉണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ യൂറിൻ ഒഴിവാക്കേണ്ട, യൂറോടെൻസിനും ഉണ്ട്. ഓക്കെ. ദെൻ സൈറ്റോകൈൻസ് ഉണ്ട്. സൈറ്റോകൈൻസ് എല്ലാം പെപ്റ്റൈഡ്സ് ആണ്, പ്രോട്ടീനിയസ് സബ്സ്റ്റൻസ് ആണ്. ഉദാഹരണങ്ങൾ ഇന്റർലൂക്കിൻസ് ഉണ്ട്, TNF ആൽഫ പറയാം, ഗ്രാനുലോസൈറ്റ്, മോണോസൈറ്റ്, കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ, ഇങ്ങനെയൊക്കെയുള്ള ഡിഫറൻസ്. സോ ഇത് സത്യത്തിൽ സെല്ലുലാർ സിഗ്നലിംഗ് മോളിക്യൂൾസ് ആണ്. ഇന്റർ സെല്ലുലാർ ഓർ 2 സെല്ലുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളതൊക്കെയാണ്. ഓക്കെ. ദെൻ നാലാമത്തെ നമ്മൾ പറഞ്ഞു ഗേഷ്യസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നൈട്രസ് ഓക്സൈഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എൻഡോത്തീലിയൽ ഡിറൈഡ് റിലാക്സിംഗ് ഫാക്ടർ എന്നും നമ്മൾ വിളിക്കാം. സോ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ്. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ എഴുതണം, എക്സാമ്പിൾസ് എഴുതണം. ഇനി നമുക്ക് വളരെ സ്പെസിഫിക് ആണ്. വി ആർ ഓൺലി ടോക്കിംഗ് അബൌട്ട് ഹിസ്റ്റമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. ഹിസ്റ്റമിൻ ഈസ് ആൻ ഓട്ടോകോയിഡ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹിസ്റ്റോസ് എന്ന് വെച്ചാൽ ടിഷ്യൂ അല്ല, ഹിസ്റ്റോളജി, ടിഷ്യൂവിനെ പറ്റി പഠിക്കുന്ന. സോ ടിഷ്യൂ അമീൻ, അതാണ് ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹിസ്റ്റമിൻ ഉണ്ടാവുന്നത് ഹിസ്റ്റിഡിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ്. ഹിസ്റ്റിഡിൻ നിങ്ങൾക്കറിയാം അമിനോ ആസിഡ് ആണ്. അതിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഹിസ്റ്റമിൻ. സോ ഇത് നമ്മൾ പറഞ്ഞത് അമിനോ ഉണ്ട്, ആസിഡ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് അമീൻ ആക്കണമെങ്കിൽ ഈ ആസിഡ് ഗ്രൂപ്പ് അങ്ങോട്ട് മാറ്റിയാൽ മതി. ആസിഡ് COH ആണ്, അതിനെ നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ അപ്പൊ എന്ത് ചെയ്യണം? ഹിസ്റ്റിഡിൻ ഡി കാർബോ
ഡീകാർബോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പം. സോ ഹിസ്റ്റഡിൻ ഡീകാർബോക്സിലേഷൻ വഴി നമുക്ക് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് മെറ്റബോളൈസ് ചെയ്യണം അല്ലെങ്കിൽ നശിപ്പിക്കണം. ഹിസ്റ്റമിനെ നമുക്കറിയാം ഇറ്റ്സ് ആൻ ഓട്ടോകോഡാണ്. ബ്ലഡിലൂടെ പോയി ലിവറിൽ എത്തിയിട്ട് നശിപ്പിക്കാൻ നേരമില്ല, അവിടത്തെ വെച്ച് നശിപ്പിക്കണം. സോ മോണോ അമിനോ ഓക്സിഡേസസ് ഹാസ് എൻ ഇമ്പോർട്ടന്റ് റോൾ. നമുക്ക് ചെയ്യാവുന്നത് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഒരു വെച്ച് കൊടുക്കുക. മീഥൈൽ ഗ്രൂപ്പ് എൻ മീഥൈൽ ട്രാൻസ്ഫറേസ് അല്ലെ, മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കണമെങ്കിൽ എൻ എന്ന് വെച്ചാൽ അമിനോ ഗ്രൂപ്പിലാണ്. എൻ മീഥൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക മീഥൈൽ ഗ്രൂപ്പുകളാണ്. ഇമിഡസോൾ അസറ്റിക് ആസിഡ് ആണ് നമുക്ക് കിട്ടുക. സോ ഇങ്ങനെയുള്ള സംഭവം നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഡി അമിനേസസ്, അമിനോ ഗ്രൂപ്പിനെ അങ്ങനെ ഡി അമിനേസസ് ചെയ്ത് കഴിഞ്ഞാൽ മോണോക്സിനേസ് വഴിയും അല്ലെങ്കിൽ ഡൈ അമിനിഡേസസ് ഒക്കെ വഴിയാണ് ഇത് ചെയ്യുക. നമുക്ക് കിട്ടുക ഇൻറ്റോൾ അസറ്റിക് ആസിഡ് ആണ്. സോ ഇങ്ങനെയാണ് മെറ്റബോളിസം നശിപ്പിക്കുക ഹിസ്റ്റമിനെ. ഇനി ഹിസ്റ്റമിൻ ശരീരത്തിൽ എവിടെയെല്ലാം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എല്ലായിടത്തും ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിലും 2 തരം സെല്ലുകളിലാണ് പ്രധാനമായിട്ടുള്ള. ഒന്ന് മാസ്റ്റ് സെല്ലുകൾ, മാസ്റ്റ് സെൽ ഉള്ള ഹിസ്റ്റമിൻ, മാസ്റ്റ് സെൽ ഡിറൈവ്ഡ് ഹിസ്റ്റമിൻ. മാസ്റ്റ് സെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം WBC ആയിട്ട് റിലേറ്റഡ് ആണ്. WBC തന്നെ ആവണമെന്നില്ല. ഉദാഹരണം മാക്രോഫേജസ്, ബേസോഫിൽ അതുപോലെയുള്ള സെൽസുകളാണ്. ബേസോഫിൽ ഓർ മാക്രോഫേജസ് ലൈക്ക്. സോ അത് സ്കിന്നിലുണ്ട്. ദെൻ GI മ്യൂക്കോസയിൽ ധാരാളം ഉണ്ട്. ലങ്സിലുണ്ടോ? ഉണ്ട്. ലിവറിലുണ്ടോ? അവിടെയും ഉണ്ട്. പ്ലാസെന്റ. സോ ഇവിടെ എല്ലാം മാസ്റ്റ് സെൽ ഡിറൈവ്ഡ് ഹിസ്റ്റമിൻ ആണ്. രണ്ടാമത്തത് അപ്പം എന്തായിരിക്കും? നോൺ മാസ്റ്റ് സെൽ. മാസ്റ്റ് സെൽ അല്ലാത്ത സെല്ലുകളിൽ നിന്നുണ്ടാവുന്ന ഹിസ്റ്റമിൻ, ഡിറൈവ്ഡ് ഹിസ്റ്റമിൻ. അവിടെ ബ്രെയിനിൽ മാസ്റ്റ് സെൽ അല്ലാത്ത സ്ഥലത്തുണ്ട്. എപ്പിഡെർമിസ്, സ്കിന്നിൽ തന്നെയുള്ള എപ്പിഡെർമിസിലുണ്ട്. ദെൻ GI എവിടെയാന്ന് വെച്ചാൽ സ്റ്റൊമക്കിലുണ്ട്. ഇനി ബ്ലഡ് സെക്രീഷൻസ് അല്ലെങ്കിൽ ബ്ലഡി സെക്രീഷൻസ് ഉണ്ട്. വേറൊരു സാധനം പ്രധാനമായിട്ട് വെനംസ് ആണ് അല്ല. ദെൻ ബീസ്റ്റിങ്സ് അല്ലെങ്കിൽ ചിലതരം വിഷങ്ങൾ അതിനകത്തൊക്കെ ഉണ്ട്. ദെൻ പത്തോളജിക്കൽ സെക്രീഷൻസ്, അവിടെയൊക്കെ നമുക്ക് ഹിസ്റ്റമിൻ നമുക്ക് കാണാം. ആൻഡ് ഹിസ്റ്റമിൻ എന്ന് പറയുമ്പോൾ അമീൻ ആണ്. അപ്പൊ കാറ്റയോണിക് ആണ് സാധനം, പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ ദീസ് ആർ ബേസിക് സബ്സ്റ്റൻസസ് ആണ്. സോ അപ്പൊ ഇത് ബേസിക് സബ്സ്റ്റൻസ് ആകുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ളപ്പോൾ ഇത് എവിടെയായിരിക്കും ഇരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാസലിനകത്താണെങ്കിൽ അത് ശരീരത്തിൽ ഹൈലി നെഗറ്റീവ്ലി ചാർജ്ഡ് ഉള്ള ആരെങ്കിലുമായിട്ടായിരിക്കും കൂടുതൽ. സോ സ്ട്രോങ്ങസ്റ്റ് ആരാണ് ശരീരത്തിൽ ഏറ്റവും നെഗറ്റിവിറ്റി ഉള്ള ആൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഹെപ്പാരിൻ എന്ന് പറയുന്ന സംഭവമാണ്. So this is bound to heparin. So histamine is bound to heparin. രണ്ടും മെച്ചാണ്, നോർത്തിരിക്കുക. സോ ഇങ്ങനെ ഹെപ്പാരിനുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഹിസ്റ്റമിൻ ചില കാരണങ്ങളാൽ റിലീസ് ചെയ്യുന്നു. ഈ റിലീസ് ചെയ്ത ഹിസ്റ്റമിന് പ്രവർത്തിക്കാൻ അവയുടെ റിസപ്റ്റർ വേണം. സോ റിസപ്റ്ററിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവയുടെ ആക്ഷൻസ് ഉണ്ടാവുക. സോ 4 തരം റിസപ്റ്റേഴ്സ് ആർ ദർ ഫോർ ഹിസ്റ്റമിൻ. എല്ലാം തന്നെ G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും പ്രധാന നമ്പർ 1 ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് 1 ഈസ് ഹിസ്റ്റമിൻ H1 റിസപ്റ്റേഴ്സ് ആണ്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെല്ലാം ഇതിന്റെ ആക്ഷൻസ് ഉണ്ടാകും. H1 റിസപ്റ്റർ വഴിയുള്ള ആക്ഷൻ ഉണ്ടാകും. GPCR ആണെന്ന് പറഞ്ഞു. അത് ഏത് ടൈപ്പാന്ന് വെച്ചാൽ GQ ടൈപ്പ് ആണ്. GQ എന്ന് പറയുമ്പോൾ അത് പ്രവർത്തിക്കുക IP3 ഡൈഅസൈൽ ഗ്ലിസറോൾ IP3DAG വഴിയായിരിക്കും പ്രവർത്തിക്കുക. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ അലർജിക് റെസ്പോൺസസ്. അലർജിക് റെസ്പോൺസിനെല്ലാം H1 റിസപ്റ്റർ വഴിയാണ് പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. രണ്ടാമത്തെ റിസപ്റ്റേഴ്സ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് H2 ആണ്. H2 ഉള്ളത് സ്റ്റൊമക്കിലാണ്. സ്റ്റൊമക്കിൽ എവിടെയാണെന്ന് വെച്ചാൽ എൻഡറോക്രോമാഫിൻ ലൈക്ക് സെൽസ്, അവിടെ H2 റിസപ്റ്റേഴ്സ് ധാരാളം. ആൻഡ് അതിന്റെ റിസപ്റ്റേഴ്സ് ഉള്ളത് H2 റിസപ്റ്റേഴ്സ് ധാരാളമായിട്ടുള്ളത് പാരൈറ്റൽ സെൽസിലാണ്. എൻഡറോക്രോമാഫിൻ സെൽസ് ഉണ്ടാക്കുകയാണ്. സോ പാരൈറ്റൽ സെൽസിലാണ് ഇതുള്ളത്. ആൻഡ് ഇവിടെ ഉള്ളത് GS ടൈപ്പ് ആണ്. പ്രവർത്തനം ഇൻക്രീസ് സൈക്ലിക് AMPയുടെ പ്രവർത്തനം കൂട്ടുക എന്നുള്ളതാണ് പ്രവർത്തനം. മൂന്നാമത്തത് H3 ആണ്. H3 റിസപ്റ്റർ ഓട്ടോ റിസപ്റ്റർ ആണ്. ഓട്ടോ റിസപ്റ്റർ എന്ന് വെച്ചാൽ ഇതാണ് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്ന സംഭവം. ഇവിടെ നിന്ന് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് ഇത് പ്രവർത്തിക്കേണ്ടതെന്നും കരുതിയാൽ H3 റിസപ്റ്റർ ഇവിടെയാണ്. ബാക്കിയെല്ലാം H1 ഉം H2 ഒക്കെ ഇവിടെയാണ് ഇരിക്കണമെങ്കിൽ H3 ഈസ് ഹിയർ. അതും G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണ്. സോ ഇവിടെ ഉള്ളത് ഓട്ടോ റിസപ്റ്റർ ആണ്. ഓട്ടോ റിസപ്റ്റർ അപ്പൊ പ്രീ സിനാപ്റ്റിക് ഓട്ടോ റിസപ്റ്റേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. സോ ഇതെന്തായിരിക്കും ചെയ്യുക? നമ്മുടെ α2 ഒക്കെ പഠിച്ച അത് തന്നെ പരിപാടിയാണ്. ഇവൻ ചെയ്യുന്നത് ഇൻഹിബിറ്റ് ദ ഹിസ്റ്റമിൻ റിലീസ് തടയുക എന്ന് പറയുന്ന പരിപാടിയാണ്. ആൻഡ് ദിസ് ഓൾസോ അപ്പോ ഇൻഹിബിഷൻ ആണ്. അപ്പൊ എന്ത് ടൈപ്പ് ആയിരിക്കും? GI ഓർ G0 ടൈപ്പ് ഓഫ് ആക്ഷൻസ് ആണ്. ദെൻ നാലാമത്തെ ഹിസ്റ്റമിൻ റിസപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് H4 ആണ്. H4 റിസപ്റ്റർ WBCയിലുള്ളതായിട്ട് നമുക്കറിയാം. എങ്കിലും അവിടെ പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും കൂടുതലായിട്ടും നമുക്ക് അറിയാം. സോ നമുക്ക് ആദ്യം അപ്പൊ H1നെ കുറിച്ചിട്ടാണ്
ആണ് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടത്. H1 ആക്ഷൻസിൽ ഏറ്റവും പ്രധാനം ഇൻഫ്ലമേറ്ററി മീഡിയേറ്റർ റെസ്പോൺസസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്ഷൻസ് ഉണ്ട്, ദെൻ അതർ ഓട്ടോകോയിഡ് ആക്ഷൻസും ഉണ്ട്. എങ്കിലും ഇൻഫ്ലമേറ്ററി മീഡിയേറ്റഡ് റെസ്പോൺസ് ആണ് ഏറ്റവും പ്രധാനം. ഉദാഹരണം WBC അല്ലെങ്കിൽ ബേസോഫിൽ. ഇതൊരു മാസെൽ ആണെന്ന് വിചാരിക്കുക, വെറുതെ ഇങ്ങനെ വരച്ചു മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇവിടെ ധാരാളം ഹിസ്റ്റമിനുള്ള സംഭവിക്കുകയാണ് എന്ന് വിചാരിക്കുക. ആൻഡ് ഇപ്പൊ ഇവിടെ ഒരു റിസപ്റ്റർ ഫോർ IgE അല്ലെ, IgE വന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചേരുമ്പോഴാണ് ഇത് റിസപ്റ്റർ ഇതിൽ നിന്ന് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുക. IgE മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. സോ IgE ആണ് IgC ഇൻഡ്യൂസ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. സോ അപ്പൊ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആർട്ടിക്കേറിയ ഉണ്ടാകാം, ആൻജിയോ എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽ ആണ്, ആൻജിയോ എഡീമ ഉണ്ടാകാം, പ്രൂറൈറ്റിസ് കഠിനമായ ചൊറിച്ചിൽ ഉണ്ടാക്കാം. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. സോ വെരി സിവിയർ ആയിട്ടുള്ള ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി നമ്മൾ പേര് വിളിക്കുക. ഇതല്ല ആർട്ടിക്കേറിയ എന്നൊന്നുമല്ല, അതിനെ നമ്മൾ വിളിക്കുക അനാഫിലാക്സിസ് എന്നാണ് പറയുക. സോ അനാഫിലാക്സിസ് വരെ ഉണ്ടാകാം, സീരിയസ് ഡെത്ത്, മരണം വരെ ഉണ്ടാക്കുന്ന അനാഫിലാക്സിസ് റിയാക്ഷൻസ് വരെ ഉണ്ടാക്കാം. സോ ഇതുമൂലം സിവിയർ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ, അലർജി കണ്ടീഷൻ ആണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഹിസ്റ്റമിൻ ബേസിക് ആണെന്ന് പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള സാധനം ആസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ടിരിക്കുക എന്ന് വിചാരിക്കാം. സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രഗുകൾ നമ്മൾ കൊടുക്കുന്നു എന്ന് കരുതുക. സോ ഇവയ്ക്ക് ഈ മാസൽസിൽ എത്താം. ബേസിക് ആയിട്ടുള്ള മരുന്ന് മാസൽസിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ഇവിടെ പോയിട്ട് ഈ ഹിസ്റ്റമിനെ പുറത്തേക്ക് മാറ്റിയിട്ട് ഹെപ്പാരിനായിട്ട് അവയ്ക്ക് പോയിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ എന്ത് പറ്റും? ദിസ് ഡ്രഗ് ക്യാൻ ബൈൻഡ് ടു ഹെപ്പാരിൻ ആൻഡ് ദിസ് ക്യാൻ ഡിസ്പ്ലേസ് ഹിസ്റ്റമിനെ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നു. സോ ഇതിനെ നമുക്ക് അനാഫിലാക്സിസ് അല്ല, അനാഫിലാക്സിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ വിളിക്കുക അനാഫിലാക്ടോയിഡ് റിയാക്ഷൻസ് എന്നാണ്. അനാഫിലാക്സിസ് പോലെയുള്ള റിയാക്ഷൻസ് ബേസിക് ആയിട്ടുള്ള ഡ്രഗുകൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ അനാഫിലാക്ടോയിഡ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്. ഏതൊക്കെയാണ് ബേസിക് ഡ്രഗുകൾ? ഞാൻ ബേസിക് ഡ്രഗുകൾ ഓർത്തിരിക്കാനായിട്ട് ഒരു ഇത് പറഞ്ഞിരുന്നു. എല്ലാ പ്ലാന്റ് ഡിറൈവ്ഡ് ഓർത്തിരുന്നാൽ മതി. മോർഫിൻ ഓർക്കാം, ക്യുനൈൻ, അട്രോപ്പിൻ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ബേസിക് ആണെന്ന് പറഞ്ഞു. സോ മോർഫിൻ ബേസിക് ആണ്. അപ്പൊ ആസ്മയിൽ ഉപയോഗിക്കാൻ പറ്റില്ല, ഫ്ലഷിംഗ് ഉണ്ടാക്കും, ഹൈപ്പർടെൻഷൻ ഉണ്ടാക്കും, പ്രൂറൈറ്റിസ് ഒക്കെ ഉണ്ടാക്കും ഇത് അല്ലെ. ദെൻ വാങ്കോമൈസിൻ എന്ന് പറയുന്ന ഡ്രഗ് വലിയൊരു സാധനമാണ്. സോ റെഡ് മാൻ സിൻഡ്രോം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വാസോഡൈലേഷൻ മൂലമാണ്. ദെൻ D-tuberculin ലൈക്ക് ഡ്രഗ്സ് ക്യാൻ കോസ് ദിസ് ബിക്കോസ് ദാറ്റ്സ് ഓൾസോ ബേസിക് ക്യുരാരൈൻ ലൈക്ക് ഡ്രഗ്സ് എല്ലാം തന്നെ. അട്രോപ്പിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ പോളിമിക്സിൻ പോലെയുള്ള ഡ്രഗുകൾ ഉണ്ടാക്കാം. സോ ദീസ് ഡ്രഗ്സ് ക്യാൻ കോസ് അനാഫിലാക്ടോയിഡ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ബിക്കോസ് ദീസ് ആർ ബേസിക് ഡ്രഗ്. ദീസ് ക്യാൻ ഡിസ്പ്ലേസ് ദ ബേസിക് ഹിസ്റ്റമിൻ ഫ്രം ദ ആസിഡിക് ഹെപ്പാരിൻ. സോ രണ്ടാമത്തെ ഓൺ സ്കിന്നിൽ നിന്ന് ഹിസ്റ്റമിൻ റിലീസ് ചെയ്താലോ, സ്കിന്നിൽ നിന്ന് ഹിസ്റ്റമിൻ റിലീസ് ചെയ്താൽ ഇന്റൻസ് പ്രൂറൈറ്റിസ് ഉണ്ടാക്കും. ഇന്റൻസ് പ്രൂറൈറ്റിസ് കാരണം ആ ഹിസ്റ്റമിൻ വന്ന് അടുത്തുള്ള നെർവ്, ഇപ്പൊ ഉദാഹരണത്തിന് നെർവ് ഇതാണെങ്കിൽ അതിന്റെ ഇത് നെർവ് ആണെങ്കിൽ ഈ ആക്സോണിൽ വന്ന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആക്സോൺ നെർവ് ആക്ടിവേഷൻ ഉണ്ടാക്കാം. ഇവിടെയുള്ള സെൻസറി റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആക്സോണിലൂടെ ചൊറിച്ചിൽ എന്ന് പറയുന്ന മെസ്സേജ് പോകും. സോ അപ്പൊ നമുക്ക് കഠിനമായ ചൊറിച്ചിൽ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ഇൻട്രാഡെർമൽ ആയിട്ട് കുത്തിവെച്ചാൽ, ഡെർമൽ മീൻസ് സ്കിന്നിന്റെ ലെയറിന് ഇടയിലേക്കാണ് കേട്ടോ ഡെർമൽ. ഉദാഹരണം നമ്മൾ പ്രാണി കടിക്കാന്ന് വിചാരിക്കുക, നമ്മളൊരു പ്രാണി കൊതുകൊന്നും ഇവിടെ കടിക്കാന്ന് വിചാരിക്കുക, ഇൻട്രാഡെർമൽ ആണ്, അതിന് താഴത്തേക്കൊന്നും പോകത്തില്ലല്ലോ. സോ അവിടെ ഹിസ്റ്റമിൻ എത്തിക്കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിസ്റ്റിക് റെസ്പോൺസ് ഉണ്ടാകും. ഈ റെസ്പോൺസിനെ നമ്മൾ വിളിക്കുക ട്രിപ്പിൾ റെസ്പോൺസ് എന്നാണ്. ട്രിപ്പിൾ റെസ്പോൺസ് എന്നാണ് നമ്മൾ ഈ റെസ്പോൺസിനെ പറയുക. 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ഫ്ലഷ്, ഫ്ലയർ ആൻഡ് വീൽ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. ആദ്യം ഈ ഭാഗം അങ്ങ് ചുവന്നു വരില്ല, റെഡനിങ് ആണ് ഉണ്ടാവുക, ചുവന്നു വരിക. സോ ഫ്ലഷ് എന്നാ പറയാം. സോ ഇതെന്താ വെച്ചാൽ ആർട്ടീരിയോൾസ് ആണ് ഇവിടെ വികസിക്കുക. ആർട്ടീരിയോൾസ് ഓർ അതിന് നമുക്ക് പ്രീ കാപ്പിലറി വെസൽ. കാപ്പിലറി എത്തുന്നതിന് മുമ്പ്, ഇപ്പൊ ഇത് ആർട്ടീരിയോൾസ് ആണെങ്കിൽ പിന്നെ ഇങ്ങനെ കാപ്പിലറി ആയിട്ട്. സോ ഇവിടെയാണ് ഇത് ഡയലേറ്റ് ചെയ്യുക. അതിന്റെ ഡയലേഷൻ മൂലമാണ് ഈ ഫ്ലഷിംഗ് ഉണ്ടാവുക, ചുവന്ന് തടിച്ചു വരിക. രണ്ടാമത്തത് ഫ്ലയർ ആണ്. ഇവിടെ എത്തിയ ഹിസ്റ്റമിൻ ഈ ആക്സോൺസ് നെർവിനെ കെമിക്കൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അവിടെയുള്ള ചുറ്റുമുള്ള ആക്സോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കൂടുതൽ റിഫ്ലക്സുകൾ അവിടെ ഉണ്ടാക്കും. സോ ഫ്ലയർ മീൻസ് ഫ്ലയർ അപ്പ്, അമിതമായിട്ട് വർദ്ധിക്കുക, കൂടുതൽ ഇച്ചിങ്ങും അങ്ങനെയൊക്കെയുള്ള ഇതേ പ്രശ്നങ്ങൾ, റെഡനിങ് ഒക്കെ കൂടുതലാവുന്നതിനെയാണ് നമ്മൾ ഫ്ലയർ അപ്പ് അല്ലെങ്കിൽ ഫ്ലയർ എന്ന് നമ്മൾ പറയും. മൂന്നാമത്തത് അവിടെ വീൽ എന്ന് പറയുന്നതാണ്. വീൽ എന്ന് വെച്ചാൽ ഒരു റൗണ്ട് രീതിയിൽ, അത് നമ്മുടെ WHEL ആണ്, ഇത് WHEAL ആണ്. എങ്കിലും അവിടെ ഉണ്ടാകുന്ന നീരാണ്, എഡീമയ്ക്കാണ് നമ്മൾ പറയും. ഇതും വാസോഡൈലേഷൻ മൂലമാണ്.
പക്ഷെ ഇവിടെ ആർട്ടീരിയോൾസ് അല്ല ഡയലേറ്റ് ചെയ്യുക. പോസ്റ്റ് കാപ്പിലറി വെന്യൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കാപ്പിലറി കഴിഞ്ഞിട്ട് ഇവിടെ പോകുന്ന വെന്യൂൾസ് ആണ് ഡയലേറ്റ്. ഇത് ആർട്ടീരിയോൾസ്, ഇത് വെന്യൂൾസ്. സോ പോസ്റ്റ് കാപ്പിലറി വെന്യൂൾസ് ഡയലേറ്റ് ചെയ്യുന്നു. വെന്യൂൾസ് ഡയലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവ തമ്മിലുള്ള സെല്ലിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടുമ്പോൾ പ്ലാസ്മ പുറത്തേക്ക് പോകും. പ്ലാസ്മ എക്സുഡേഷൻ എന്നാണ് അതിന് പറയാ. പ്ലാസ്മ എക്സുഡേഷൻ ഉണ്ടാകുമ്പോൾ ആ ഭാഗത്ത് നീര് തടിച്ചു. സോ ബാക്കി ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് എല്ലാം ഈ സ്ഥലത്തേക്ക് എത്തും കേട്ടോ. അപ്പോഴത്തേക്കുമാണ് കൂടുതലായിട്ട് ഫ്ലയർ അപ്സ് ഉണ്ടാകും. സോ ഇതിനാണ് നമ്മൾ ട്രിപ്പിൾ റെസ്പോൺസ് എന്ന് പറയാം. സോ ഫ്ലഷ്, ഫ്ലയർ ആൻഡ് വീൽ ആർ ദ ട്രിപ്പിൾ റെസ്പോൺസ്. സോ ഇതാണ് പത്തഫിസിയോളജിക്കൽ റോൾ ഓഫ് ഹിസ്റ്റമിൻ ഇൻ ഇൻഫ്ലമേഷൻ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതാണ്. അപ്പൊ ഇനി നമ്മൾ ഇത് ഇൻട്രാഡെർമൽ ആണെന്ന് പറഞ്ഞു. സബ്ക്യൂട്ടേനിയസ് കൊടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടോന്ന് വെച്ചാൽ അപ്പോഴും ഫ്ലഷിംഗ് ഉണ്ടാകും ആൻഡ് അതിന് ഹേർട്ട് റേറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. BP പക്ഷെ നോ ഫോൾ, BP ഫോൾ ഉണ്ടാക്കുന്നില്ല. അപ്പൊ BP വേറെ എവിടെയോ ഫോൾ ഉണ്ടാക്കുന്നു വെച്ചാൽ അത് ഇൻട്രാവീനസ് ആയിട്ട് റാപ്പിഡ് ആയിട്ട് കുത്തു കഴിഞ്ഞാൽ അപ്പോൾ BP ഫോൾസ്. ബ്ലഡ് പ്രഷർ വിൽ ഫോൾ ഇൻ BP ഉണ്ടാകും. ഇനി അടുത്തൊരു ആക്ഷൻ, ഈ ഹിസ്റ്റമിനെ നമുക്ക് അഡ്രീനൽ മെഡുല്ല എന്ന് വെച്ചാൽ ഇത് കിഡ്നി ആണെങ്കിൽ ഇതിന്റെ മുകളിലുള്ള ഈ ഗ്ലാൻഡ് അവിടെ നിന്നുണ്ടാകുന്ന സംഭവങ്ങൾ എന്താണ്? കാറ്റക്കോളമൈൻസ്, അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ. സോ ഇതിന്റെ റിലീസ് കൂട്ടാനായിട്ട് പറ്റും. സോ അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ റിലീസ് വർദ്ധിപ്പിക്കാനായിട്ടും ഹിസ്റ്റമിന് പറ്റും. സോ ഇതെല്ലാം നമ്മൾ H1 ആക്ഷൻസിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും കൂടി ഓർക്കുക. ഇനി ഹിസ്റ്റമിന്റെ ആക്ഷൻ, ഇപ്പൊ ഇത് ബ്ലഡ് വെസൽ ആണ് എന്ന് വിചാരിച്ചാൽ ബ്ലഡ് വെസലിന്റെ ഏറ്റവും ഇന്റീരിയർ ലെയർ ആണ് ഞാൻ വരയ്ക്കുക. സോ ഇത് ഞാൻ വരയ്ക്കുന്നത് എന്തായിരിക്കും? ദീസ് ആർ എൻഡോതീലിയൽ സെൽസ് ആണ്. ഇതിന് പുറത്ത് സ്മൂത്ത് മസിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ഇതിന്റെ പുറകിൽ സ്മൂത്ത് മസിൽസ് ഉണ്ട്. സോ ഇത് എൻഡോതീലിയൽ സെൽസും ഇത് സ്മൂത്ത് മസിലാണ്. സോ ഇവിടെ നിന്ന് ദിസ് ക്യാൻ റിലീസ് നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യാൻ പറ്റും. നൈട്രിക് ഓക്സൈഡ് റിലീസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? നൈട്രിക് ഓക്സൈഡ് ക്യാൻ കോസ് വാസോഡയലേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ ഡാമേജ് ആണെന്ന് വിചാരിക്കുക. ഡാമേജ് ആയിട്ടുള്ള ഏരിയയിലൂടെ അപ്പോ ഇവിടെ ഹിസ്റ്റമിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇങ്ങോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ മസിൽ ലെയറിൽ എത്താൻ പറ്റും. മസിൽ ലെയറിലാണെങ്കിൽ വാസോ കൺസ്ട്രിക്ഷൻ ആണ് ഉണ്ടാക്കുക. പക്ഷെ ഒരു ബ്ലഡ് വെസലിൽ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് ഇതെല്ലാം വാസോ ഡയലേഷൻ ആണ് പ്രധാനമായിട്ട് ഉണ്ടാക്കുക. നമ്മൾ ഓർത്തിരിക്കുക. ഇൻഫ്ലമഡ് ഏരിയയിൽ കാപ്പിലറി പെർമിബിലിറ്റി വർദ്ധിക്കാന്ന് വെച്ചാൽ ഇതിങ്ങനെ ചുരുങ്ങുക. അപ്പോഴത്തേക്കും ഇത് ഇങ്ങോട്ടേക്ക് പോകും. എഡീമ ഉണ്ടാക്കും നമ്മൾ പറഞ്ഞു. സോ ലോക്കൽ ഹിസ്റ്റമിൻ ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റഡ് റെസ്പോൺസ്. ഇനി ഇതേപോലെ ഇതൊരു മറ്റൊരു ബ്ലഡ് വെസൽ ആണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് ക്രേനിയൽ ബ്ലഡ് വെസൽ ആണെങ്കിൽ ആൻഡ് ദിസ് ക്യാൻ കോസ് ഡയലേഷൻ ഓഫ് ബ്ലഡ്. ക്രേനിയൽ ബ്ലഡ് വെസൽസിന്റെ ഡയലേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ സിവിയർ ഹെഡ് ഏക്ക്, ഭയങ്കരമായിട്ടുള്ള തലവേദന ഉണ്ടാകും. പൾസറ്റൈൽ ഹെഡ് ഏക്ക് ഉണ്ടാക്കും. ഇനി മറ്റൊരു വേറൊരു മസിൽസ് ഇപ്പോ നമുക്കിനി പറയാനുള്ളത് സ്മൂത്ത് മസിൽസ് ഓഫ് ദ ലങ്സ് ആണ്. ഇത് ലങ്സ് ആണെന്ന് വിചാരിക്കുക. ഇവിടെയുള്ള സ്മൂത്ത് മസിൽസ് കൺട്രാക്ട് ചെയ്ത്, ഈ മസിൽസ് കൺട്രാക്ട് ചെയ്തായിരുന്നല്ലോ. അപ്പൊ ഇതും കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും? സോ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ. ദിസ് ക്യാൻ കോസ് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കും. കൺസ്ട്രിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ശ്വാസം അല്ലെ ആൾക്ക്. സോ സിവിയർ ആസ്മയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഹിസ്റ്റമിൻ റിലീസ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അടുത്ത സ്മൂത്ത് മസിൽ നമുക്ക് പറയാനുള്ളത് GA സ്മൂത്ത് മസിലാണ്. GA സ്മൂത്ത് മസിൽസ് വേഗം ഇങ്ങനെ ചുരുങ്ങി കഴിഞ്ഞാൽ അപ്പോൾ എന്തുണ്ടാകും? അബ്ഡോമിനൽ ക്രാം. സോ ദീസ് ഓൾ ബിക്കോസ് ഓഫ് ദ സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ മൂലമാണ്. കൺട്രാക്ഷൻ വരുമ്പോൾ അബ്ഡോമിനൽ ക്രാംസും ഉണ്ടാക്കാം. ഈ സ്മൂത്ത് മസിൽസ് ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഉള്ള സെല്ലുകളിൽ കൂടുതലായിട്ട് അവിടേക്കുള്ള സെല്ലുകളിൽ കൂടുതലായിട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. സോ സം ആക്ഷൻസ് ആർ ദർ ഫോർ ടിഷ്യൂ ഗ്രോത്ത് ആൻഡ് റിപ്പയർ. ദെൻ ഇൻ പ്ലാസന്റയിൽ ഒരുപാട് ഗ്രോത്ത് ഉള്ള സ്ഥലമൊക്കെയാണ്. സോ ഇൻ പ്ലാസന്റയിലും ധാരാളമായിട്ട് ഹിസ്റ്റമിൻ ഉള്ളതായിട്ട് നമുക്ക് കാണാം. ദെൻ ഇന്നർ ഇയറിൽ ഹിസ്റ്റമിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വാസോ ഡയലേഷൻ ഉണ്ടാക്കും. സോ ഇത് നമുക്കൊരു മരുന്നിനെ പറ്റി പ്രത്യേകം ഈ ഭാഗം മാത്രം എടുത്ത് നമുക്ക് പറയാനുണ്ട്. ഇനി ഹിസ്റ്റമിൻ ക്യാൻ ഇൻക്രീസ് ദ സെക്രീഷൻസ്. ഹിസ്റ്റമിൻ എല്ലാ സെക്രീഷനും വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആന്റി ഹിസ്റ്റമിൻ കഴിക്കുമ്പോൾ സെക്രീഷൻസ് ഒക്കെ കുറയും. ട്രക്കിയോബ്രോങ്കിയൽ സെക്രീഷൻ, നൈസൽ സെക്രീഷൻസ്, മറ്റ് സെക്രീഷൻസ് എല്ലാം ഹിസ്റ്റമിൻ ക്യാൻ ഇൻക്രീസ്. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റം CNS-ൽ ദിസ് ഹിസ്റ്റമിൻ ക്യാൻ ആക്ട് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടാണ് പുള്ളി അവിടെ പ്രവർത്തിക്കുക. ഹിസ്റ്റമിൻ ബ്രെയിനിലെ ഉണർന്നിരിക്കാനായിട്ട് സഹായിക്കും. സോ അവൈക്ഫുൾനെസ് അല്ലെങ്കിൽ വെയ്ക്ക്ഫുൾനെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഹിസ്റ്റമിൻ ആണ്. അപ്പൊ രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഹിസ്റ്റമിൻ കൂടുതലായിട്ട് വേണം. സോ ദിസ് ഇമ്പോർട്ടന്റ് ഇൻ സിർക്കാഡിയൻ റിതം, അതിലൊക്കെ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ഫൈറ്റ്സ്റ്റിക്കും ആസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ രണ്ടും. ദെൻ ഹിസ്റ്റമിൻ വേറെ ആക്ഷൻ വിശപ്പ് കുറയ്ക്കും. ഹിസ്റ്റമിൻ ക്യാൻ ഡിക്രീസ്
ഡിക്രീസ് അപ്പിറ്റൈറ്റ്. അപ്പിറ്റൈറ്റ് കുറയ്ക്കാം, വിശപ്പ് കുറയ്ക്കാനായിട്ടുള്ള പ്രവർത്തനം ഉണ്ട്. ദെൻ ഹിസ്റ്റമിൻ ഹാസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മെമ്മറി. മെമ്മറിയിലും പ്രധാനപ്പെട്ട റോളുണ്ട്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക അല്ലെ, ബ്രെയിന് ഡിപ്രഷൻ അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റിമുലേഷൻ ഒക്കെ മെമ്മറിയിൽ ഹാസ് ആൻ ഇമ്പോർട്ടൻസ്. സോ ഇതെല്ലാമാണ് CNS-ലും ബാക്കി സ്ഥലങ്ങളിലും ഒക്കെ ഉള്ള H1 ആക്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് H2 ആക്ഷൻ ആണ്. H2 ആക്ഷൻ നമ്മൾ പറയുക സ്റ്റൊമക്കിലാണ്. നമ്മൾ H2 ആക്ഷൻ പറയുക ഇൻ സ്റ്റൊമക്കിൽ. ഇവിടെ നമ്മൾ പരേറ്റൽ സെൽ ഉണ്ട്. പരേറ്റൽ സെൽ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്, ഏകദേശം ഇങ്ങനെയും കൂടി ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ തൊട്ടടുത്ത് നമ്മൾ എൻഡറോക്രോമാഫിൻ ലൈക്ക് സെൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സെൽ ഹിസ്റ്റമിൻ ഉണ്ടാക്കുന്നു പറഞ്ഞു. ആൻഡ് ദിസ് ഹാസ് ഗോട്ട് H2 റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ദിസ് H2 റിസപ്റ്റേഴ്സ് ക്യാൻ ആക്ടിവേറ്റ് ദീസ് പരേറ്റൽ സെൽസ്. ഇതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് HCl സെക്രീഷൻ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. സോ ദീസ് സെൽസിനെ ഹിസ്റ്റോസൈറ്റ് സെൽസ് എന്നും കൂടി നമ്മൾ വിളിക്കാറുണ്ട്. സോ ആസിഡ് സെക്രീഷൻ. സോ ദിസ് H2 is important in stomach and for acid secretion. So histamine can increase the gastric acid secretion. പിന്നെ നമുക്ക് ഫൈനൽ ആയിട്ട് പറയാനുള്ളത് H3 ആക്ഷൻ ആണ്. H3 ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓട്ടോ റിസെപ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോഴും പടം വരച്ചതാണ്. ഓട്ടോ റിസെപ്റ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത്. ഇവിടുന്ന് ഹിസ്റ്റമിൻ ഇങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് എത്തി കഴിഞ്ഞാൽ ഓട്ടോ റിസെപ്റ്റർ ഇവിടെ തന്നെ ആയിരിക്കും. സോ G പ്രോട്ടീൻ കപ്പിൾഡ് ആണ്. അപ്പൊ ഇങ്ങനെ വരയ്ക്കണം. സോ ഇത് എന്നിട്ട് അതിന്റെ ആക്ഷൻസ് കുറയ്ക്കും. സോ ഹിസ്റ്റമിൻ റിലീസ് കുറയ്ക്കുക. സോ റെഡ്യൂസ്. സോ ഇവിടെ നമുക്ക് എഴുതാം റിഡക്ഷൻ ഓർ റെഡ്യൂസ് ഇൻ ഹിസ്റ്റമിൻ റിലീസ്, കുറയ്ക്കുക. സോ എല്ലാ ആക്ഷൻസും അപ്പൊ കുറയും. ഹിസ്റ്റമിന്റെ ഒരുവിധ എല്ലാ ആക്ഷൻസും ഇല്ലാതെ ആകുന്നതായിരിക്കും H3 റിസപ്റ്റർ ആക്ഷൻ. സോ ഇതാണ് ഹിസ്റ്റമിന്റെ ശരീരത്തിലുള്ള ആക്ഷൻസ് ആൻഡ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോസിലേക്കൊക്കെ പോവുക. ഹിസ്റ്റമിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലവിധ മരുന്നുകളെ കുറിച്ച് നമുക്ക് ഇനി പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.